ഹലോ പ്രിയ നിക്ഷേപകർ, നിങ്ങൾക്കൊപ്പം കഴുത കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. 2025 ഏപ്രിൽ 8 വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് കേരള കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു. താരതമ്യത്തിൽ 60 കമ്പനികൾ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ ഫലത്തെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ കാണും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം -0.5 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.6 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ നമുക്ക് കാണാം മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണ്. -0.5 പോയിന്റിന്റെ സ്കോറിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. 17% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -8.6%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കോർപ്പറേഷന്റെ വിപണി മൂലധനം മൂല്യം $724.65 ബില്യൺ. $3227 ബില്യൺ ഉപവിഭാഗ മൂലധനം. 22.453% വിഹിതവും ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളുമാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $69.58 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $724 ബില്യൺ. 9.613% വിഹിതമാണ്. എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 22.453%. പുസ്തക മൂല്യം 9.613%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 57% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടങ്ങൾ $66.091 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 95% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള റേറ്റിംഗ് സഹിക്കാവുന്ന 0 പോയിന്റ്. ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് 72 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 35.9 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 50% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $10,072 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $17,399 മില്യൺ. നിലവിലെ സമയത്തേക്കാൾ 72.7% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 13.3 ആണ്. ഉപവിഭാഗം ശരാശരിയേക്കാൾ 233% കൂടുതലാണ്. ഉപവിഭാഗം 4 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $54,520 മില്യൺ.
വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $94,180 മില്യൺ. ഇത് നിലവിലെ സമയത്തേക്കാൾ 73% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1. മാർജിൻ 18.5%. ഉപവിഭാഗത്തിന് ശരാശരി 11.1%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 7.4%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗം അനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 2.857%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 686% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേട് പ്രതിഫലിപ്പിക്കുന്നു. മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $19,588,000. ഉപവിഭാഗത്തിന് ഇത് $2,492,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 686%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $272,200. ഉപവിഭാഗത്തിന്റെ ശരാശരി $69,500. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 292%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $1,474,000 ആണ്. ഉപവിഭാഗം പ്രകാരം $628,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 135%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് നല്ലത് 0.5. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.2%. ഉപവിഭാഗ ശരാശരി 2%. ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ്. സൂചകം YD 14 കമ്പനിക്ക് 32% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ YD ലെവൽ 14 29%. ശരാശരി ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനി ഓഹരികൾക്ക് തുല്യമാണ്. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം $154 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $249 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 61%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി.